ഈ സീനാണ് ഞാൻ ഇന്ന് പെയിൻറ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ. ഇതൊരു പഴയ വുൾ മില്ലാണ് നേപ്പിയറിൽ. എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാനിവിടെ ഇരുന്നൊരു പെയിൻറ്റിങ് ചെയ്യാൻ പോകണം എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ് മദറിന്. കാരവാൻ ഇപ്പോൾ ഫുൾ സെറ്റപ്പാണ് ഈ അറീനയുടെ അകത്ത്. ഇത് ഒറിജിനലി വുൾ പിൻ ചെയ്യാൻ യൂസ് ചെയ്ത ബിൽഡിംഗ് ആയിരുന്നു. ഇവിടുത്തെ ഓൾഡസ്റ്റ് ബിൽഡിങ്സ് ചിലത് ആസ് ഏർലി ആസ് 1902 ഉണ്ടാക്കിയതാണ്. ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ടേബിളും ചെയറും സെറ്റ് ചെയ്ത് അപ്പോൾ ആ കറക്റ്റ് വ്യൂ കിട്ടി പെയിൻറ് ചെയ്യാൻ പോകുന്ന സീനിൻ്റെ. ഈ ഡ്രോയിങ്ങിന് ഞാൻ 2 point പെർസ്പെക്റ്റീവായി യൂസ് ചെയ്യാണ്. ഞാൻ റിയലി എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഡ്രോയിങ് ആണ്. കാരണം ഭയങ്കര ഈസിയായി ചെയ്യാൻ, പക്ഷേ കഴിഞ്ഞ് വരുമ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ടിരിക്കും. ഇപ്പം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. എൻ്റെ പട്ടി കലിയുടെ കൂടെ ഓക്കെ, ഇനി പെയിൻറ് ചെയ്യാൻ തുടങ്ങാൻ സമയമായി. ഇതാണ് എൻ്റെ പാലറ്റ്. ഇത്തിരി മെസ്സി ആയിട്ട് തോന്നും, പക്ഷേ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടം. കാരണം ഞാൻ ലാസ്റ്റ് ടൈം യൂസ് ചെയ്ത കളേഴ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യും യൂസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ എല്ലാ പെയിൻറ്റിങ്സിനും ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ യൂഷ്വലി എൻ്റെ പെയിൻറ്റിങ്സിൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യണം. പക്ഷേ ഈ സെറ്റിങ്ങിൽ കുറച്ചും കൂടി ഒരു റസ്റ്റിക് ലുക്കാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ക്യാപ്ചർ ചെയ്യാൻ കുറച്ചും കൂടി മ്യൂട്ടഡ് കളേഴ്സാണ് ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലൈറ്റസ്റ്റ് കളേഴ്സ് വെച്ചാൽ ആദ്യം തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ലൈറ്റസ്റ്റ് കളേഴ്സ് ചെയ്യണതിൻ്റെ മീനിങ് ഒന്നെങ്കിൽ വൈറ്റ് ആയിട്ട് ലീവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഡെപ്ത് കാണിക്കണമെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് അടിയിൽ ചെയ്യും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയണ കോർഗേറ്റഡ് അയൺ റൂഫ് ചെയ്യണമെങ്കിൽ അത് എനിക്കൊരു ഇത്തിരി ബ്ലൂ കാണിക്കണമായിരുന്നു അണ്ടർനീത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആണ് എക്സ്ട്രാ ലെയേഴ്സ് ഓഫ് കളേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഡെപ്ത് കിട്ടും. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞാൻ അടിപൊളി ബ്രിക്ക് വാള് നോട്ടീസ് ചെയ്തത്, ഏറ്റവും ബാക്കിൽ. അതിന് നല്ലൊരു ടെക്സ്ചറുണ്ട്. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചാദ്യം. എൻ്റെ അസിസ്റ്റൻറ്റ് കെലി ഒന്ന് വന്ന് നോക്കി എല്ലാം കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പോയിന്റ് എത്തിയപ്പോൾ ഞാൻ നല്ലൊരു റിതമിലാണ്. പക്ഷെ ഞാൻ ബ്രിക്ക് വാൾ പെയിൻറ് ചെയ്യണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഇപ്പോൾ പെട്ടെന്ന് കാണിക്കാം. ഈ ഡ്രോയിങ്ങിൽ ഇപ്പോൾ കാണാം ഞാൻ കൂടുതൽ ഏരിയ ബ്രിക്കിൻ്റെ വൈറ്റ് ആയിട്ട് ലീവ് ചെയ്ത്. കാരണം വൈറ്റ് വാളാണ്, കുറച്ച് ഏരിയ മാത്രമേ ഒരു ബ്രിക്കിൻ്റെ കളറുള്ളൂ. ഇനിയാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്. എൻ്റെ ഈ ഐവി പെയിൻറ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലീവ്സ്, ഫ്ലവേഴ്സാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു ലൈറ്റ് വീണ സ്ഥലം ക്യാപ്ചർ ചെയ്തേക്കണം. അപ്പം ഞാൻ കുറച്ച് കളർ മാറ്റാൻ ഡിസൈഡ് ചെയ്ത്. അപ്പോൾ അതിങ്ങനെ ഒപ്പി മാറ്റും. ഈ ലൈറ്റർ കളർ ബേസ് ലെയേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇനി ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് ബാക്കി ഡ്രോയിങ്ങിൻ്റെ എല്ലാ എലമെൻസിനും ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഐവി, കോർഗേറ്റഡ് അയൺ റൂഫ് എല്ലാത്തിനും ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു നല്ലൊരു ഡെപ്തും റിയലിസ്റ്റിക് ഇഫക്റ്റ് വരുന്നത്. ആൻഡ് ഫൈനലി ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇനി മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഇരിക്കണമെന്ന്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത പ്രാവശ്യം കാണാം.